ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലോകമെമ്പാടുമുള്ള ഗുഡ്നസ് ടി വി പ്രേക്ഷകരെ, ഗുഡ്നസ് ടി വി ഒരുക്കുന്ന ഡിവൈൻ വോയിസ് ശുശ്രൂഷയിലേക്ക് ലോകമെമ്പാടുമുള്ള നിങ്ങൾക്കേവർക്കും ഈശോയുടെ നാമത്തിൽ സ്നേഹപൂർവ്വം സ്വാഗതം. നമുക്ക് പ്രാർത്ഥിച്ച ഈ ശുശ്രൂഷയിലേക്ക് മണിക്കൂറിൽ പ്രവേശിക്കാം. കണ്ണുകളടയ്ക്കാം, കരങ്ങൾ കൂപ്പാം. കർത്താവായ ഈശോയെ, ഈ മണിക്കൂറിൽ ഞങ്ങൾ ശ്രവിക്കാനും ഗ്രഹിക്കാനും പോകുന്ന നിൻ്റെ തിരുവചനങ്ങളും അവയുടെ അർത്ഥവും ആഴവും മനസ്സിലാക്കി ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ കർത്താവായ ഈശോയെ അനുഗ്രഹിക്കണമേ. പ്രത്യേകമായിട്ട് ഈ വിശുദ്ധ വാരത്തിലൂടെ കടന്നു പോകുന്ന ഞങ്ങൾ അങ്ങ് ഞങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് തിരിച്ചറിയാനും അങ്ങ് ഞങ്ങളോട് ചേർത്ത് വയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നതെ കൂട്ടിച്ചേർക്കാനും ഈ മണിക്കൂറിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമേ. പരിശുദ്ധ അമ്മേ, വിശുദ്ധ യോസേപ്പ് പിതാവേ, മാലാഖമാരെ, ഞങ്ങൾക്ക് വേണ്ടി ഈ മണിക്കൂറിൽ ഈ നിമിഷങ്ങളിൽ പ്രത്യേകമായിട്ട് മാധ്യസ്ഥം വഹിക്കണമേ. ആമേൻ. ഈശോയിൽ അനുഗ്രഹീതരായവരെ, നമ്മൾ ഒരു വലിയ നോമ്പ് കാലത്തിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തുന്നു. വലിയ നോമ്പിൻ്റെ അവസാന ആഴ്ചയിൽ വിശുദ്ധ വാരത്തിലാണ്. ഈ ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പ്രത്യേകമായിട്ട് ഈശോയുടെ പെസഹ തിരുനാൾ, ദുഃഖവെള്ളി, ദുഃഖശനി, ഈശോയുടെ ഉയർപ്പിൻ്റെ തിരുനാൾ, ഈ 3-4 കാര്യങ്ങൾ പ്രധാനമായിട്ടും ആഘോഷിക്കാനായിട്ട് ഒരുങ്ങുകയാണല്ലോ. അപ്പോൾ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ഏതാനും ചില ചിന്തകളാണ് അച്ഛൻ പങ്കുവയ്ക്കാനായിട്ട് ഈ നിമിഷങ്ങളിൽ ആഗ്രഹിക്കുക. നമുക്ക് വചനത്തിലൂടെ തന്നെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ. ഒരു കുടുംബ യോഗമാണ് പശ്ചാത്തലം. കുടുംബയോഗത്തിൽ വിശുദ്ധ കുർബാനയോടുകൂടിയാണ് കുടുംബ കൂട്ടായ്മ യോഗം ആരംഭിക്കുക. വിശുദ്ധ കുർബാന കഴിഞ്ഞു തൊട്ടടുത്ത പാരീഷ് ഹാളിൽ വെച്ചിട്ടാണ് അവർ കുടുംബയോഗം ആരംഭിക്കാനായിട്ട് നിശ്ചയിച്ചിരുന്നത്. അപ്പോൾ ബഹുമാനപ്പെട്ട വികാരിയച്ഛനെ ആശംസകൾ നേരാനായിട്ട് ക്ഷണിച്ചു. അച്ഛന് തിരക്കുണ്ടായത് കാരണം പെട്ടെന്ന് വന്ന് ആശംസ നേർന്നു പോകാമെന്ന് സമ്മതിക്കുകയുണ്ടായി. അച്ഛൻ വന്നു, ആശംസകൾ കുടുംബ യോഗങ്ങൾക്ക് എല്ലാവർക്കും നേർന്നു. അതിനുശേഷം അച്ഛൻ പോകുന്നതുകൊണ്ട് അച്ഛനോട് ചേർന്ന് നിന്ന് കുടുംബാംഗങ്ങളെല്ലാം ഒരു ഫോട്ടോ സെഷനിലേക്ക് പങ്കെടുക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ഏറ്റവും മുതിർന്ന അംഗങ്ങൾ ചേർന്ന് വികാരിയച്ഛനുമായിട്ട് ഫോട്ടോ എടുക്കുകയാണ്. ഫോട്ടോ എടുത്തു കഴിഞ്ഞപ്പോൾ അച്ഛന് ആശ്ചര്യം തോന്നിയ ഒരു കാര്യം ഇതാണ്: ഏറ്റവും മുതിർന്ന തലമുറയോടെ ചേർന്നാണ് ആദ്യത്തെ ഫോട്ടോ എടുത്തത്. അപ്പോൾ ഏറ്റവും മുതിർന്ന തലമുറയിൽ എല്ലാവരും പങ്കാളികളോടൊപ്പമുണ്ട് ഈ കുടുംബ കൂട്ടായ്മയിൽ, ഈ കുടുംബ സംഗമത്തിൽ. അത് അച്ഛനെ അതിശയിപ്പിച്ചു. ഇത്രയും മുതിർന്ന ഒരു തലമുറ, 4-5 മക്കൾ, അവരുടെ പങ്കാളികൾ ചേർന്ന് ഒരു വലിയ തലമുറ, മുതിർന്നവർ തന്നെ. അപ്പോൾ അതിൽ അതിശയം തോന്നിയ, സന്തോഷം തോന്നിയ വികാരിയച്ഛൻ അവരോട് ഫോട്ടോ എടുത്ത ശേഷം ഒരു ചോദ്യം ചോദിച്ചു. നിങ്ങൾ ഏറ്റവും മുതിർന്ന തലമുറയാണല്ലോ ഈ കുടുംബ സംഗമത്തിലേത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പുതുതലമുറയിലേക്ക് അല്ലെങ്കിൽ പുതുതലമുറക്കാർക്ക് പങ്കുവയ്ക്കാനായിട്ടുള്ള ഒരു കൊച്ചു സന്ദേശം പങ്കുവയ്ക്കാമോ എന്ന് അദ്ദേഹം ചോദിച്ചത് ഓർക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഉടനെ അതിൽ 2-3 മക്കൾ, ആൺമക്കൾ ചേർന്ന് ഒന്നിച്ച് വികാരിയച്ഛനോട് പറഞ്ഞ ഒരു കാര്യം അതിതാണ്: ഞങ്ങൾ ഇതുവരെ സ്നേഹിച്ചും സഹായിച്ചും സഹകരിച്ചും ജീവിച്ചതുപോലെ ഞങ്ങളുടെ പുതുതലമുറയും ഇനി അവരിലൂടെ വരാൻ പോകുന്ന തലമുറയും ജീവിക്കുന്നത് കാണാനായിട്ടാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഈ അവസരത്തിൽ അതാണ് ഞങ്ങൾക്ക് അവർക്ക് കൊടുക്കാനായിട്ടുള്ള ഏറ്റവും വലിയ സന്ദേശവും ഉപദേശവും എന്ന് ഈ 2-3 മക്കൾ ഒന്ന് ചേർന്ന് പങ്കുവെച്ചത് വികാരിയച്ഛൻ പറഞ്ഞത് ഓർക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇതുപോലെ തന്നെ ഈശോയും ചില കാര്യങ്ങളൊക്കെ നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നുണ്ട്, എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. വചനത്തിലൂടെ അതെല്ലാം കൃത്യമായിട്ട് ഓരോന്നും നമുക്ക് മനനം ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. എങ്കിലും ഈശോ ഏറ്റവും കൂടുതൽ നമ്മളോട്, മനുഷ്യരോട് വചനത്തിലൂടെ സംസാരിച്ചത്, വചനങ്ങളിലൂടെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ആന്തരിക അർത്ഥം കിടക്കുന്നത് ഒരു തിരുവചനത്തിലാണ് എന്ന് മനസ്സിലാക്കുകയാണ്. അത് യോഹന്നാൻ 13:35. എന്താണ് എന്ന്, വചനം എന്താണെന്ന് നമുക്കറിയാം. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. ഏറ്റവും അർത്ഥവത്തായതും ഏറ്റവും ആഴമുള്ളതും ഏറ്റവും ദീർഘമുള്ളതുമായിട്ടുള്ള ഒരു വചനമാണ്. വിശുദ്ധ ഗ്രന്ഥത്തിലെ ഒരു പ്രധാനപ്പെട്ട വചനമാണ്, ജീവിതബന്ധിയായ ഒരു വചനമാണ്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും സ്നേഹിക്കണമെന്ന് ഈശോ നമ്മളെ പഠിപ്പിച്ച ഈ ഒരു തിരുവചനം.
ഇത്രത്തോളം വലിപ്പമുള്ള വേറൊരു തിരുവചനവും വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒരുപക്ഷെ നമ്മൾ എവിടെ ഓടി നോക്കിയാലും കണ്ടെത്താനായിട്ടാവില്ല. അതുപോലെ ആഴവും അർത്ഥവും വ്യാപ്തിയുമുള്ള ഒരു തിരുവചനമാണ്. അതിൻ്റെ വിശദീകരണത്തിലേക്കൊന്നും പോകാനായിട്ട് സമയമില്ല. അത് വിശദീകരണത്തിലേക്ക് പോയി കഴിഞ്ഞാൽ തീരില്ല, ഇന്നെങ്ങും തീരില്ല. അപ്പോൾ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുന്നു എന്ന് വചനത്തിലൂടെ പറഞ്ഞ് അരുളി ചെയ്ത ഈശോ ഈ വചനത്തോട് ചേർന്ന് ധ്യാനിക്കുമ്പോൾ അതിൻ്റെ വിശദീകരണമായിട്ട് വരുന്ന വചനങ്ങളാണ് അച്ഛൻ പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുക. ഈ വചനത്തെ ധ്യാനിക്കുമ്പോൾ വേറെ ചില കാര്യങ്ങൾ കൂടി ഈശോ പറയാതെ നമ്മളോട് പറയുന്നുണ്ട്. പിതാവായ ദൈവവും പുത്രനായ ഈശോയും ഈ വചനങ്ങളിലൂടെ പറയാതെ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. പ്രിയമുള്ളവരെ, വചനം വായിക്കുമ്പോൾ അതെല്ലാം നമുക്ക് ഗ്രഹിച്ചെടുക്കാനായിട്ട് സാധിച്ചാൽ നമ്മുടെ ആത്മീയതയിൽ അല്പം കൂടെ നമുക്ക് ഉണർവുള്ളവരും വളരുന്നവരുമായിട്ട് മാറാനായിട്ട് സാധിക്കും എന്ന് തോന്നുന്നുകൊണ്ട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായി മത്തായിയുടെ സുവിശേഷം 18-ാമത്തെ അധ്യായത്തിൽ 33-ാമത്തെ തിരുവചനം ഇങ്ങനെ പറയുന്നുണ്ട്. അതിൻ്റെ പശ്ചാത്തലം ഇതാണ്. നിർദ്ദയനായ ഭൃത്യൻ്റെ ഉപമ ഈശോ അരുളി ചെയ്യുന്നുണ്ട്, പങ്കുവയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മധ്യഭാഗത്തായിട്ട് പറയുന്നുണ്ട്, ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ നീയും നിൻ്റെ സഹസേവകനോട് കരുണ കാണിക്കേണ്ടിയിരുന്നില്ലേ? ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ നീയും നിൻ്റെ സഹസേവകനോട് കരുണ കാണിക്കേണ്ടിയിരുന്നതല്ലേ? എങ്കിൽ ഈ ഗതി വരുമായിരുന്നോ എന്ന് കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ട് കിടക്കുന്ന സഹസേവകനോട് യജമാനൻ ചോദിക്കുന്നതായിട്ട് പങ്കുവയ്ക്കുന്ന ഒരു തിരുവചനമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ എന്തുമാത്രം കരുണയാണ് കർത്താവിൽ നമ്മൾ സ്വീകരിച്ചത്. ഒരു അർഹതയും ഉണ്ടായിട്ടല്ല. അർഹതയില്ലാതിരിക്കെ കർത്താവിൽ നിന്ന് നമ്മൾ ഒരുപാട് കാരുണ്യം ഏറ്റുവാങ്ങിയിട്ടുള്ളവരാണ് ഇതുവരെയുള്ള ജീവിതത്തിൽ. എനിക്ക് 50 വയസ്സുണ്ടെന്ന് വിചാരിക്കുക. അതിൽ അറിവ് വെച്ച ഒരു 8-10 വയസ്സ് മുതൽ അറിവ് വെച്ചത്, അപ്പോൾ 40 വർഷമായിട്ട് ഞാൻ കർത്താവിൽ നിന്നും എന്തുമാത്രം കരുണ ഇതുവരെയുള്ള ജീവിതത്തിൽ സ്വീകരിച്ചിട്ടുണ്ട്. ഇതൊന്നും പലപ്പോഴും നമ്മൾ തിരിച്ചറിയാറില്ല, തിരിഞ്ഞു നോക്കാറില്ല എന്നുള്ളതൊരു സത്യമാണ്. പക്ഷേ തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, ഇതുവരെയും എന്തുമാത്രം കരുണ നീ സ്വീകരിച്ചിട്ടുണ്ട് എന്നൊന്ന് തിരിച്ചറിയാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്കതിന് സമയമില്ല എന്നുള്ളതാണ് മറ്റൊരു വശം. ഈശോയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് സമയം കൊടുക്കാനായിട്ട് സാധിക്കുന്നവർക്ക്, ആത്മീയ ജീവിതത്തിൽ വളരാനായിട്ട് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈശോയ്ക്ക് സമയം കൊടുക്കാൻ പറ്റും. ഈശോയ്ക്ക് സമയം കൊടുക്കുന്നവരൊക്കെ ഇത് ആഴത്തിൽ നിന്ന് ചിന്തിക്കാനും ധ്യാനിക്കാനും ഒക്കെ ആയിട്ട് ഇടയാകും. നമുക്കങ്ങനെ ഇടയാകട്ടെ എന്ന് ഈ അവസരത്തിൽ ആദ്യമേ തന്നെ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഇഷ്ടംപോലെ കരുണ കാണിച്ച അനുഭവങ്ങളുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ ഓരോ പ്രാവശ്യവും വിശുദ്ധ കുമ്പസാരത്തിൻ്റെ വേദിയിലേക്ക് അണയുമ്പോൾ നമ്മൾ എത്ര പാപങ്ങളാണ് ചെറുതും വലുതുമായിട്ടുള്ളത്, മനസ്സിനെ ബുദ്ധിമുട്ടിപ്പിച്ചിട്ടുള്ളത്, ബന്ധത്തെ ഉലച്ചിട്ടുള്ളത്, തമ്പുരാനുമായിട്ടുള്ള ബന്ധത്തെ ഉലച്ചിട്ടുള്ളത്, മനുഷ്യനുമായിട്ടുള്ള ബന്ധം, സഹജീവികളുമായിട്ടുള്ള ബന്ധത്തെ ഉലച്ചിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഏറ്റുപറയുമ്പോൾ ഒന്നും ആവശ്യപ്പെടാതെ, പകരമൊന്നും ആവശ്യപ്പെടാതെ നിരുപാധികം ഒരു സാധാരണ വൈദികനിലൂടെ കർത്താവ് നമ്മളോട് കരുണ കാണിക്കുന്നതല്ലേ ക്ഷമിക്കുക എന്ന് പറയുന്നത്. അങ്ങനെ എന്തുമാത്രം ക്ഷമ നമ്മൾ കരുണ നമ്മൾ ഏറ്റുവാങ്ങിയവരാണ്. ഇങ്ങനെ കർത്താവ് നമ്മളോട് ഒത്തിരി കരുണ കാണിച്ചു. എന്നിട്ടാണ് പറയുന്നത് ഈ ഉദാഹരണത്തിലൂടെ, ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ നീയും കരുണ കാണിക്കാണ്ടിയിരുന്നില്ലേ? നമുക്കറിയാം, ഞാൻ വ്യക്തിപരമായിട്ട് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് വ്യത്യസ്തമായ കഴിവുകളുണ്ടാകാം. എന്നേക്കാൾ കഴിവ് കുറഞ്ഞ ഒരുപാട് വ്യക്തികൾ എൻ്റെ ചുറ്റും ഉണ്ടാവും. പക്ഷേ അവരെയൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ, അംഗീകരിക്കാൻ, ഉൾക്കൊള്ളാനായിട്ട് എനിക്ക് സാധിച്ചാൽ ഇതല്ലേ അവരോട് എനിക്ക് കാണിക്കാൻ പറ്റുന്ന കരുണ. എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ മക്കൾ ഒരുപക്ഷെ എന്നോളം ചിന്തിക്കാനോ ചിന്താശേഷിയോ അല്ലെങ്കിൽ നോക്കിയും കണ്ടും കാര്യങ്ങൾ ചെയ്യാനോ പ്രാപ്തിയില്ലാത്തവരായിരിക്കാം. പക്ഷേ അവർക്ക് ചില മണ്ടത്തരങ്ങളും കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉണ്ടാകും. അവരോട് വിട്ടുവീഴ്ച ചെയ്യാനായിട്ട് പറ്റിയാൽ സാരമില്ല, പോട്ടെ എന്നൊന്ന് വെക്കാൻ, അതിൻ്റെ പേരിൽ അവരെ ക്രൂശിക്കാതിരിക്കാൻ, അതിൻ്റെ പേരിൽ അവരോട് സൗമ്യമായിട്ട് പെരുമാറാൻ എനിക്ക് സാധിച്ചാൽ, ചെറിയ സൗമ്യമായ ഭാഷയിൽ തിരുത്തലുകൾ കൊടുക്കാൻ എനിക്ക് പറ്റിയാൽ, അതല്ലേ അവരോട് എനിക്ക് കാണിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കരുണ എന്നുള്ളത്. പ്രിയമുള്ളവരെ, അതുകൊണ്ടല്ലേ ഈശോ പറഞ്ഞത്, ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ, യജമാനൻ പറയുന്നതായിട്ടാണ് പറയുന്നത്, ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ നീയും നിൻ്റെ സഹസേവകനോട് കരുണ കാണിക്കേണ്ടിയിരുന്നില്ലേ? പ്രിയമുള്ളവരെ, കരുണ കാണിക്കാനായിട്ട് ജീവിതത്തിൽ ഇഷ്ടംപോലെ അവസരങ്ങൾ ഒരു ദിവസം തന്നെ നമ്മുടെയൊക്കെ ജീവിതത്തിന് മുമ്പിൽ കർത്താവ് കൊണ്ടുത്തരുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. പ്രിയമുള്ളവരെ, തിരിച്ചറിയണം. പലപ്പോഴും പലതും തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ അപരാധം. അതുകൊണ്ട് തിരിച്ചറിയുക, ഒരുപാട് കരുണ കാണിക്കാനായിട്ട് അവസരം കർത്താവ് നമുക്ക് കൊണ്ട് തരുന്നുണ്ട് എന്നുള്ളത്. അതിനൊക്കെ ഓർത്ത് ഒത്തിരി നന്ദി പറയാനായിട്ട് കടപ്പെട്ടവരാണ് നമ്മൾ. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ കരുണ കാണിക്കാനായിട്ട് ഇതുവരെ എന്തുമാത്രം പറ്റി എന്ന് നമ്മൾ പരിശോധിക്കണം. വിശുദ്ധ വാരത്തിലായിരിക്കും നമ്മൾ കുമ്പസാരിച്ച് ഒരുങ്ങി പെസഹ തിരുനാളിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ എന്തുമാത്രം കരുണ ഇതുവരെ എനിക്ക് കാണിക്കാനായിട്ട് പറ്റി, കരുണയുടെ കുദാശയാണ് നമ്മൾ നാളെ വിളമ്പാനായിട്ട് പോകുന്നത്.
കർത്താവ് നമുക്ക് വേണ്ടി പകുത്തു തന്നത്, വിഭജിച്ച് തന്നത്, മുറിച്ച് തന്നത്. അപ്പോൾ അതിലേക്ക് എത്തുമ്പോൾ എത്രമാത്രം എനിക്ക് കരുണ കാണിക്കാനായിട്ട് പറ്റിയെന്ന് പരിശോധിക്കണം. ഇനി പറ്റിയിട്ടില്ലയോ, പരിശോധിക്കുമെന്ന് അല്ലെങ്കിൽ കരുണ കാണിക്കുമെന്ന ഉറപ്പ്, വാഗ്ദാനം ഈശോയ്ക്ക് കൊടുക്കാനായിട്ട് നമുക്ക് പറ്റട്ടെ. പ്രിയമുള്ളവരെ, യോഹന്നാൻ്റെ സുവിശേഷം 10:14 ഇപ്രകാരം പറയും, എൻ്റെ ആടുകൾ എന്നെ അറിയുന്നു, ഞാൻ അവയെയും അറിയുന്നു. വചനത്തിൻ്റെ സാരാംശം അതാണ്. അപ്പോൾ ആടുകൾ യജമാനെ അറിയും, യജമാൻ ആടുകളെയും അറിയും. പ്രിയപ്പെട്ടവരെ, ഈ വചനത്തിൻ്റെ അർത്ഥം ഇതാണ്. കർത്താവ് പറഞ്ഞുവിട്ട കർത്താവ് നമ്മുടെ എല്ലാ വിധവും വശവും അറിയുന്നുണ്ട്. നീ ഇരിക്കുന്നത്, കിടക്കുന്നത്, നടക്കുന്നത് എല്ലാം അറിയുന്നുണ്ടെന്ന് വചനങ്ങളിലൂടെ വ്യക്തവും കൃത്യമായിട്ട് കർത്താവ് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. അപ്പോൾ പൂർണ്ണമായി എന്നെ അറിയുന്ന തമ്പുരാൻ എനിക്കുണ്ട്. അങ്ങനെയെങ്കിൽ എൻ്റെ തമ്പുരാനെ അറിയാനായിട്ട് ഞാൻ എത്രമാത്രം ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നൊന്ന് പുനഃപരിശോധിക്കണം ഇതുവരെയുള്ള ജീവിതത്തിൽ. ഇനി അതല്ല എങ്കിൽ എത്രമാത്രം അറിയുന്ന തമ്പുരാൻ്റെ കീഴിൽ നിൽക്കുന്ന ഞാൻ എൻ്റെ ചുറ്റുമുള്ളവരെ അറിയാനായിട്ട് ഞാൻ എത്രമാത്രം ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതും നമ്മൾ ധ്യാനിക്കേണ്ട, പുനഃപരിശോധിക്കേണ്ട ഒരു യാഥാർത്ഥ്യമായിട്ട് തോന്നുകയാണ്. പ്രിയമുള്ളവരെ, മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കാണും ഈ ദിവസങ്ങളിൽ, നാളെ വ്യാഴാഴ്ച, വെള്ളി, ശനി, ഞായർ, ഈ 3-4 ദിവസങ്ങളിലായിട്ട് കുറേ കാര്യങ്ങൾ കർത്താവ് മനനം ചെയ്യാനായിട്ട്, ധ്യാനിക്കാനായിട്ട്, പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതിലൊന്നിതാണ്, കർത്താവ് പരസ്യജീവിതത്തിലുടനീളം ഒത്തിരി വചനങ്ങൾ തന്നവനാണ്. ഒത്തിരി വചനങ്ങൾ നമുക്ക് തന്നു. അങ്ങെനിക്ക് തന്ന വചനം, യോഹന്നാൻ്റെ സുവിശേഷം 17:8, അങ്ങെനിക്ക് തന്ന വചനം അവർക്ക് ഞാൻ നൽകി. പ്രിയമുള്ളവരെ, ഇതുതന്നെയായിരുന്നു പരസ്യജീവിതത്തിലുടനീളം കർത്താവ് നമുക്ക് തൻ്റെ മുമ്പിൽ വന്ന് എല്ലാവർക്കും നൽകിയത്. ഇന്ന് നമുക്ക് നൽകുന്നുണ്ട്. നമുക്ക് ലഭിച്ച വചനം നമ്മൾ എത്ര പേർക്ക് പകുത്തു പരിശോധിക്കേണ്ടതാണ്. എത്ര പേർക്ക് നമ്മൾ പകുത്തു കൊടുക്കാനായിട്ട് പറ്റി? ഒരു ദിവസം ഒരുപാട് പേരോട് നമ്മൾ സംസാരിക്കുന്നുണ്ട്. അവരോടുള്ള സംഭാഷണത്തിൽ എത്ര വചനം എനിക്ക് ചേർത്ത് വയ്ക്കാനായിട്ട് പറ്റി, അവരോട് പങ്കുവയ്ക്കാനായിട്ട് പറ്റി, അവർക്ക് നൽകാനായിട്ട് എനിക്ക് പറ്റി, പുനഃപരിശോധിക്കേണ്ട ഒരു കാര്യമായിട്ട് തോന്നുകയാണ്. അതുപോലെ നമ്മൾ കാണുന്നുണ്ട്, ലൂക്കായുടെ സുവിശേഷം 22:9 നമ്മൾ കാണും. നാളത്തെ തിരുക്കർമ്മങ്ങളുടെ പശ്ചാത്തലത്തിലുള്ളതാണ്. ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെട്ട എൻ്റെ ശരീരമാണ്. മുറിച്ച് നൽകിയശോ അപ്പം എടുത്ത് ആശീർവദിച്ച് അവർക്ക് കൊടുത്തു എന്ന് പറഞ്ഞ് കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ, 1-ാം ലേഖനത്തിൽ 11-ാമത്തെ അധ്യായത്തിൽ അതിനെക്കുറിച്ച് പൗലോസ് ശ്ലീഹ വിവരിക്കുന്ന ഭാഗമുണ്ടല്ലോ. അപ്പോൾ ഈശോ അപ്പം എടുത്ത് ഇത് എൻ്റെ ശരീരമാണെന്ന് പറഞ്ഞ് പകുത്തു കൊടുക്കുക, വിഭജിച്ചു കൊടുക്കുക. ഇതാണ് കുരിശിൽ കാണിച്ചെന്ന് പറഞ്ഞു, ഇത് പ്രാവർത്തികമാക്കി തന്നു. അപ്പോൾ ഈ വിഭജിക്കപ്പെട്ട ശരീരം അത് നിങ്ങൾക്ക് വേണ്ടി തരുന്നു, നിങ്ങൾക്ക് വേണ്ടി. അതെന്തിനാണ്? അതിന് പല അർത്ഥങ്ങളുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തോടൊന്ന് ഈ വചനത്തെ ചേർത്ത് വെക്കുമ്പോൾ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി മുറിഞ്ഞത് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി മുറിയപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഈ ഓർമ്മപ്പെടുത്തലാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി മുറിയപ്പെട്ടത് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി മുറിയപ്പെടാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി മുറിയപ്പെട്ടത് നിങ്ങൾ മറ്റുള്ളവരെ മുറിപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല എന്നുള്ളത് ഒരു അർത്ഥവും അതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെട്ട എൻ്റെ ശരീരമാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വിഭജിച്ച് എന്നെ തന്നെ തന്നതുപോലെ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടി, കൂടപ്പിറപ്പുകൾക്ക് വേണ്ടി, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതിന് വേണ്ടി, നൊമ്പരം അനുഭവിക്കുന്നവർക്ക് വേണ്ടി, ഇല്ലായ്മ അനുഭവിക്കുന്നവർക്ക് വേണ്ടി വിഭജിക്കപ്പെടാൻ, മുറിയപ്പെടാൻ തയ്യാറായിട്ടുണ്ടോ? പുനഃപരിശോധിക്കേണ്ട ഒരു തിരുവചനമാണ്. കർത്താവ് എത്രയോ പ്രാവശ്യം വിഭജിക്കപ്പെട്ട എൻ്റെ ജീവിതത്തിലേക്ക് വന്നു. ഓരോ പരിശുദ്ധ കുർബാനയിലൂടെ പങ്കെടുക്കുമ്പോഴും അതുപോലെ ഇത്ര നാളുള്ള എൻ്റെ ജീവിതത്തിൽ എത്ര പേർക്ക് വേണ്ടി എനിക്ക് വിഭജിക്കപ്പെടാനായിട്ട് സാധിച്ചു? ഇപ്പോൾ സാധിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ പ്രിയമുള്ളവരെ, നാളെ പെസഹ തിരുനാൾ ആഘോഷിക്കുകയാണ്. വീണ്ടും അവൻ എനിക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്നതിനെ ഓർമ്മപ്പെടുത്തുകയാണ്. വിഭജിക്കപ്പെടാൻ, എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, ഇല്ലാത്തവർക്ക് വേണ്ടി, നൊമ്പരം അനുഭവിക്കുന്നവർക്ക് വേണ്ടി വിഭജിക്കപ്പെടാൻ, മുറിയപ്പെടാൻ ഞാൻ തയ്യാറാകുമെന്നൊരു പ്രതിജ്ഞ, ഒരു വാക്ക് ഈശോയ്ക്ക് കൊടുക്കാനായിട്ട് പറ്റുമോ? ഒരു വലിയ ചോദ്യമാണ് നമ്മുടെ മുമ്പിൽ. ഒരു വെല്ലുവിളി കർത്താവ് നമ്മുടെ മുമ്പിൽ ഇന്ന് ഉയർത്തിയിടുകയാണ്. മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കാണും, ഈശോയെ ഇനി പരിഹസിച്ച ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേര് ഈശോയെ പരിഹസിച്ചു. തിരുവചനം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മാർക്കോസിൻ്റെ സുവിശേഷം 15-ാമത്തെ അധ്യായം 32 മുതലുള്ള തിരുവചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ കാണും, അവർ അവനെ പരിഹസിച്ചു. എത്ര പരിഹാസമേറ്റു അവൻ. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവൻ പരിഹാസം ഏറ്റുവാങ്ങിയത്. ഒന്നിനും തിരിച്ച് പരിഹസിച്ചില്ല, ഏറ്റുവാങ്ങിയത് മാത്രമേ ഉള്ളൂ. നമ്മുടെ പാപപരിഹാരത്തിന് വേണ്ടി പരിഹാസം ഏറ്റുവാങ്ങിയ കർത്താവിനെ നമ്മൾ ധ്യാനിക്കുമ്പോൾ, ഈ ദിവസങ്ങളിൽ ധ്യാനിക്കാനായിട്ട് പോവുകയാണ്. ആ ധ്യാനിക്കുമ്പോൾ പ്രിയമുള്ളവരെ, എന്നെ സ്നേഹിക്കുന്ന എൻ്റെ കർത്താവിന് വേണ്ടി എത്ര പരിഹാസങ്ങൾ ഞാൻ ഏറ്റുവാങ്ങാനായിട്ട് ഇതുവരെ ശ്രദ്ധിച്ചിട്ടുണ്ട്? അതോ പരിഹാസങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിന് മുമ്പിൽ വരുമ്പോൾ ഞാൻ തിരിച്ച് പരിഹസിക്കും, അവനെ അടിച്ച് ആക്ഷേപിച്ചും വിടുവാണോ ചെയ്തിട്ടുള്ളത്? ഒന്ന് തിരിഞ്ഞു നിന്ന് പരിശോധിക്കാൻ തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ പരിഹാസം ഏറ്റുവാങ്ങാനായിട്ടുള്ള ജീവിതം കൂടിയാണ് എൻ്റെ ഈ ക്രിസ്തീയ ജീവിതമെന്നും എൻ്റെ ഈ ആത്മീയ ജീവിതമെന്നും എന്നെ വചനം ഇന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കാണും, യോഹന്നാൻ്റെ സുവിശേഷം 19-ാമത്തെ അധ്യായത്തിൽ 1 മുതലുള്ള തിരുവചനങ്ങൾ വായിക്കും നമ്മൾ കാണും, പീലാത്തോസ് യേശുവിനെ ചമ്മട്ടിക്കൊണ്ട് അടിപ്പിച്ചു.
ചമ്മട്ടി കൊണ്ട് അടുപ്പിച്ചു. അടുത്ത ദിവസം ദുഃഖ വെള്ളിയാഴ്ച നമ്മൾ ധ്യാനിക്കുന്ന തിരുവചനമാണ്. ചമ്മട്ടി കൊണ്ട് അടുപ്പിച്ചു. പ്രിയമുള്ളവരെ, അതും നമുക്ക് വേണ്ടിയിട്ടാണ്, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ ജീവൻ സ്വർഗത്തിലെത്തണം, നമ്മൾ ഓരോരുത്തരും സ്വർഗത്തിലെത്തണം, അതിനു വേണ്ടിയിട്ടാണ്. നിത്യജീവൻ സ്വന്തമാക്കണം, അതിനു വേണ്ടിയിട്ടാണ് അവൻ ചമ്മട്ടിയടിയേറ്റത്. എൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായി, നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് ചമ്മട്ടിയടിയേറ്റു. പ്രിയമുള്ളവരെ, അടിയേൽക്കുന്ന ഒത്തിരി സന്ദർഭങ്ങളിലൂടെ നമ്മളും കടന്നു പോയിട്ടുണ്ട് ജീവിതത്തിൽ, ഇല്ലേ? വാക്കുകൾ കൊണ്ടാകാം, പ്രവൃത്തി കൊണ്ടാകാം, പലതരത്തിലും ഇങ്ങനെ അടിയേറ്റുള്ള സന്ദർഭങ്ങൾ എത്ര പ്രാവശ്യം അടിയേറ്റ് ഈശോയെ ഞാൻ ഓർത്തിട്ടുണ്ട്. ചമ്മട്ടിയടിയേറ്റ്, എനിക്ക് വേണ്ടി ചമ്മട്ടിയടിയേറ്റ് ഈശോയെ ഞാൻ എത്ര പ്രാവശ്യം ഓർത്തിട്ടുണ്ട്. മറ്റുള്ളവർ പരിഹാസമാകാം, കുത്തുവാക്കുകളാകാം, ഇങ്ങനെ എന്നെ അടിച്ച സന്ദർഭങ്ങളിൽ. പ്രിയമുള്ളവരെ, ഇതുവരെ അങ്ങനെ എനിക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ നമുക്കൊരു തിരുത്ത് വരുത്താനായിട്ട് പറ്റുന്നത് നല്ലതാണെന്ന് തോന്നുകയാണ്. ഇനി മറ്റുള്ളവർ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ എന്നെ അടിക്കുമ്പോൾ, അല്ലെ ഉപദ്രവിക്കുമ്പോൾ, വേദനിപ്പിക്കുമ്പോൾ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി അടിയേറ്റവനാണെന്നും മുറിഞ്ഞവനാണെന്നും മുറിവേറ്റവനാണെന്നും ഓർമ്മിക്കാനും ആ ചിത്രം ഒന്ന് മനസ്സിൽ ധ്യാനിക്കാനും സാധിച്ചാൽ, പ്രിയമുള്ളവരെ, അതിന് വലിയ വിലയുണ്ട്. അതും നമ്മളെ ധ്യാനിക്കാനായിട്ട് തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ കാണുന്നുണ്ട് മത്തായിയുടെ സുവിശേഷം 26:49 ഗുരോ സ്വസ്തി എന്ന് പറഞ്ഞുകൊണ്ട് യൂദാസ് ഈശോയെ ഒറ്റിക്കൊടുക്കുന്നൊരു സന്ദർഭമുണ്ട്. ഒറ്റിക്കൊടുത്തു, പിടിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു, മാർഗം കാണിച്ചു കൊടുത്താണ് ചുംബിക്കുന്നയാളെ പിടിച്ചുകൊള്ളണം. അപ്പോൾ ഒറ്റുകൊടുക്കപ്പെട്ട സന്ദർഭം. എനിക്ക് വേണ്ടിയിട്ടാണ് കർത്താവ് ഒറ്റുകൊടുക്കപ്പെട്ടത്, ഞാൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈശോ എന്നോട് പറയാതെ പറയുന്നൊരു കാര്യമുണ്ട്. നിന്നെയും ജീവിതത്തിൽ ഒരുപാട് പേര് ഒറ്റിക്കൊടുക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇഷ്ടം പോലെ നമുക്കൊക്കെ. അപ്പോൾ തിരിച്ചുള്ള പ്രതികരണം എന്താണ്? ഈശോയെ യൂദാസ് ഒറ്റിക്കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒറ്റിക്കൊടുത്തവനെ ഈശോ എന്തെങ്കിലും ചെയ്തോ? ഇനി അവരുടെ മുൻപ് വെച്ച് എന്താ ചെയ്തത്? ഞാൻ തന്നെ എന്ന് പറയുകയാണ് ഈശോ ചെയ്തത്, മറ്റൊന്നുമല്ല. മറ്റൊരു തരത്തിലും രക്ഷപ്പെടാൻ വേണ്ടി ശ്രദ്ധിച്ചില്ല. പ്രിയമുള്ളവരെ, ഞാനും ഒറ്റിക്കൊടുക്കപ്പെട്ട ഒരുപാട് നിമിഷങ്ങൾ, അവസരങ്ങൾ എൻ്റെ ഇതുവരെയുള്ള ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. ആ സന്ദർഭങ്ങളിലൊക്കെ എൻ്റെ മനോഭാവം എന്തായിരുന്നു? ഈശോയുടെ മനോഭാവത്തിൽ ഒരു ചെറിയ തരിയെങ്കിലും എനിക്ക് സൂക്ഷിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ പ്രിയമുള്ളവരെ, ഒറ്റുകൊടുക്കപ്പെടുന്ന സന്ദർഭങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഇനി ഉണ്ടാകുമ്പോൾ അവിടെ ഈശോയെ നിന്നെപ്പോലെ നിൽക്കാൻ, പ്രതികരിക്കാൻ എന്നെ അനുഗ്രഹിക്കണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് പറ്റിക്കഴിഞ്ഞാൽ, പ്രിയമുള്ളവരെ, വിശുദ്ധവാരം വിശുദ്ധമാകും എൻ്റെ ജീവിതത്തിൽ. മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കാണും യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 53-ാമത്തെ അധ്യായത്തിൽ 5-ാം തിരുവചനം, നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു. ഈശോ മുറിവേൽപ്പിക്കപ്പെട്ടത് പഴയ നിയമത്തിൽ ഈശോയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യം, പ്രവചിച്ച് വെച്ചിരിക്കുന്ന കാര്യം തന്നെയാണ്. എൻ്റെ പാപങ്ങൾക്കും അതിക്രമങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കർത്താവ് മുറിവേൽപ്പിക്കപ്പെട്ടത്. അങ്ങനെയെങ്കിൽ ഞാനും മുറിവേൽപ്പിക്കപ്പെടുന്ന എത്രയോ അവസരങ്ങൾ, സന്ദർഭങ്ങൾ, സാഹചര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ വന്നിട്ടുണ്ട്. ഈശോയെപ്പോലെ അതിനെ കൈകാര്യം ചെയ്യാൻ, അതിനെ ഏറ്റെടുക്കാൻ എത്ര പ്രാവശ്യം എനിക്ക് സാധിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് മുറിവേൽപ്പിക്കപ്പെടുന്ന അവസരങ്ങൾ ഒരു ദിവസം തന്നെ നമുക്ക് ഇഷ്ടംപോലെ ഉണ്ടാകും. വാക്കുകൾ കൊണ്ടാകാം, പ്രവർത്തികൾ കൊണ്ടാകാം, നോട്ടം കൊണ്ടാകാം, പലതരത്തിലുണ്ട്. അപ്പോൾ മറ്റുള്ളവരാൽ മുറിവേൽപ്പിക്കപ്പെടുന്ന സന്ദർഭങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഇനി ആവർത്തിച്ച് വരുമ്പോൾ ഈശോ മുറിവേറ്റ് കഴിഞ്ഞപ്പോഴുണ്ടായിരുന്ന അവൻ്റെ മനസ്സും മനോഭാവവും എനിക്കെന്ന് സ്വന്തമാക്കി സൂക്ഷിക്കാനായിട്ട് പറ്റുമോ? പ്രിയമുള്ളവരെ, നമ്മൾ ധ്യാനിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് തോന്നുകയാണ്. അതുകൊണ്ട് പങ്കുവയ്ക്കുകയാണ്. അപ്പോൾ ഞാൻ മുറിവേൽക്കുന്ന നിമിഷങ്ങളിൽ മുറിവേറ്റ് ഈശോയെ ഞാൻ ധ്യാനിക്കണം, ഓർക്കണം, കാണണം. ആ ചിത്രത്തിലേക്ക് എൻ്റെ കണ്ണുകൾ പോകണം, എൻ്റെ ഹൃദയം എത്തണം, എൻ്റെ ചിന്ത പോകണം, എൻ്റെ ഭാവന വിടരണം അങ്ങോട്ടേക്ക്. എങ്കിൽ പ്രിയമുള്ളവരെ, ഒരിക്കലും മുറിവേറ്റ് ഈശോയുടെ മനോഭാവത്തിൽ നിന്നും അണുവിട വ്യതിചലിക്കാൻ എനിക്ക് പറ്റില്ല. കാരണം കർത്താവിനെ ഏറ്റെടുക്കൂ. മുറിവേറ്റവനെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ മുറിവുകൾ ഏൽക്കാനായിട്ടുള്ള കൃപ തരും. കൃപ ഞാൻ പ്രായോഗികമാക്കിയാൽ മാത്രം മതി. മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കാണും മത്തായിയുടെ സുവിശേഷം 27:28 അവർ അവൻ്റെ വസ്ത്രം, ഗാഗുൽത്തായിൽ ചെന്നപ്പോൾ അവർ അവൻ്റെ വസ്ത്രം ഉരിഞ്ഞെടുത്തു. നഗ്നനാക്കപ്പെട്ട അവസ്ഥയാണ്. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ നഗ്നമാക്കപ്പെടുന്ന എത്രയോ അവസരങ്ങളിലൂടെ നമ്മളും കടന്നു പോയിട്ടുണ്ട്, ഇല്ലേ? തുണി ഉരിഞ്ഞു പോയ പോലെ തോന്നിയ സന്ദർഭങ്ങൾ നമ്മളറിയാതെ ഉള്ളിൽ പറഞ്ഞു പോയിട്ടുണ്ടാവും. ആക്ഷേപിക്കുമ്പോഴായിരിക്കാം, അടിച്ചൊതുക്കിയ സന്ദർഭങ്ങളിലായിരിക്കാം, താറടിച്ച് കാണിച്ച സന്ദർഭങ്ങളിലായിരിക്കാം, ചെയ്തൊന്നും ശരിയല്ല എന്നുള്ള രീതിയിൽ ഇടിച്ചിരുത്തിയ സന്ദർഭങ്ങളിലായിരിക്കാം. തുണി ഉരിഞ്ഞു പോയ സന്ദർഭമാണല്ലോ. ശരിക്ക് അങ്ങനെയുള്ള സന്ദർഭങ്ങൾ എൻ്റെ ജീവിതത്തിൽ വരുമ്പോൾ അന്ന് ഗാഗുൽത്തായിൽ വെച്ച് തുണി ഉരിഞ്ഞെടുക്കപ്പെട്ട ഈശോയുടെ മുഖം കാണാനായിട്ട് എനിക്ക് പറ്റുമോ? ഇതുവരെ പറ്റിയിട്ടുണ്ടാവാൻ വഴിയില്ല. ശ്രമിക്കണം പ്രിയമുള്ളവരെ. എങ്കിൽ ഈ പീഡാനുഭവ വാരത്തിലൂടെ കടന്നു പോകുന്ന നമുക്ക് അത് വലിയൊരു അഭിഷേകമായിട്ട് മാറും.
അതിനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും നമ്മൾ കാണും യെശയ്യായുടെ പുസ്തകം 53-ാമത്തെ അധ്യായത്തിൽ 4-ാം തിരുവചനം ഇപ്രകാരം പറഞ്ഞു: നമ്മുടെ വേദനകളും ദുഃഖങ്ങളുമാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചതും അവൻ ചുമന്നതും. നമ്മുടെ വേദനകളും ദുഃഖങ്ങളുമൊക്കെയാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചതും അവൻ ചുമന്നതും. ഈ വചനത്തിൻ്റെയൊക്കെ അർത്ഥം എന്ന് പറഞ്ഞാൽ അങ്ങ് കിടക്കുകയാണ്, ആഴികണക്കെ കിടക്കുകയാണ്. എനിക്ക് വേണ്ടിയിട്ടാണ് അവൻ വേദനകളും ദുഃഖങ്ങളും യഥാർത്ഥത്തിൽ വഹിച്ചതും ചുമന്നതും. 4 കാര്യങ്ങളാണ്: വഹിച്ചതും ചുമന്നതും. അപ്പോൾ എനിക്ക് വേണ്ടി വേദന വഹിച്ച, ദുഃഖങ്ങൾ ചുമന്ന ഒരു തമ്പുരാനുണ്ട് എന്നെനിക്ക് കാണാനായിട്ട് പറ്റുമോ? ഞാൻ വേദനിക്കുന്ന സന്ദർഭത്തിൽ എനിക്ക് ഒട്ടും പറ്റില്ലാത്തൊരു കാര്യമാണത്. പക്ഷേ പ്രിയമുള്ളവരെ, ഈശോയുടെ വചനം ധ്യാനിക്കുന്ന ഞാൻ അതിലേക്ക് മാറണം എന്നുള്ളതാണ് ഈശോ പറഞ്ഞു തരുന്ന കാര്യം. അപ്പോൾ ഞാൻ വേദനിക്കുന്ന സന്ദർഭത്തിൽ എനിക്ക് മുമ്പേ വേദനയേറ്റ ഒരുവനുണ്ട്, എൻ്റെ ജീവിതത്തിൻ്റെ മുമ്പിലുണ്ട് എന്ന് തിരിച്ചറിയാനായിട്ട് പറ്റിയാൽ പ്രിയമുള്ളവരെ, അത് വലിയ അഭിഷേകം നൽകും, അത് വലിയ ശക്തി നൽകും. തകർന്നു പോകാതെ, തരിപ്പണമാകാതെ, താഴെ വീണു പോകാതെ പിടിച്ചു നിൽക്കാനായിട്ടുള്ള ശക്തി നൽകും അവൻ്റെ മുഖമൊന്ന് ദർശിക്കാനായിട്ട് സാധിച്ചാൽ. പ്രിയമുള്ളവരെ, ദുഃഖങ്ങൾ അവൻ്റെ കുരിശിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്ന നമ്മൾ പല ആവർത്തി വായിച്ചിട്ടുണ്ട്, വായിക്കുന്നുണ്ട്. അവൻ്റെ മുഖത്തെക്കുറിച്ച്, കവിഞ്ഞൊഴുകുന്ന കണ്ണ്, രക്തം പുരണ്ട മുഖം, ഇതെല്ലാം നമ്മൾ ധ്യാനിക്കുന്നതാണ്. പ്രിയമുള്ളവരെ, അതിന് നമുക്ക് സാധിക്കട്ടെ. അങ്ങനെ എനിക്ക് വേണ്ടി പരിഹാരം ചെയ്ത കർത്താവിനെ ഞാൻ ധ്യാനിക്കുമ്പോൾ എനിക്കെതിരെ തെറ്റ് ചെയ്ത, അല്ലെങ്കിൽ എനിക്കെതിരെ തിരിഞ്ഞു നിൽക്കുന്നവർക്ക് വേണ്ടി പരിഹാരം ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കുന്നത് വഴി അങ്ങനെയൊരു വശമുണ്ട്. മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കാണും യോഹന്നാൻ്റെ സുവിശേഷം 13-ാമത്തെ അധ്യായം 15-ാം തിരുവചനം: സ്നേഹിതർക്ക് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് പഠിപ്പിച്ച ഈശോ. സ്നേഹത്തിലാണ് നമ്മൾ തുടങ്ങിയത്, സ്നേഹത്തിൽ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. സ്നേഹിതർക്ക് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് ഈശോ പഠിപ്പിച്ചു. അതാണ് കുരിശിൽ അവൻ കാണിച്ചു തന്നത്. കുർബാനയായിട്ട് തലേന്ന് പറഞ്ഞു തന്നു, കുരിശിൽ പിറ്റേന്ന് അവൻ കാണിച്ചു തന്നു. സ്നേഹിതർക്ക് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. പ്രിയമുള്ളവരെ, എൻ്റെ ജീവൻ നിലനിൽക്കാൻ വേണ്ടി, നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അവൻ എനിക്ക് വേണ്ടി ബലിയായെങ്കിൽ പ്രിയമുള്ളവരെ, അതിൻ്റെ അർത്ഥം ഇതാണ്: ഞാനും എൻ്റെ പ്രിയർക്ക് വേണ്ടി ബലിയാകേണ്ടതാണ് എൻ്റെ ജീവിതം. എൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി അവരുടെ വാർദ്ധക്യത്തിൽ, അവരുടെ ബുദ്ധിമുട്ടിൽ, അവരുടെ ഒറ്റപ്പെടലിൽ ഒന്ന് കൂടിയിരിക്കാൻ, അവരെ ഒന്ന് മനസ്സിലാക്കാൻ, അവരെ കേൾക്കാൻ, അവരോട് ഒപ്പം സമയം ചെലവഴിക്കാൻ എനിക്ക് സാധിച്ചാൽ, ഇതാണ് സ്നേഹിതർക്ക് വേണ്ടി ജീവൻ ബലികഴിക്കുക. സമയം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ജീവൻ ബലികഴിക്കുക എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. എൻ്റെ പ്രിയപ്പെട്ടവർക്ക്, എൻ്റെ പങ്കാളിയോടൊപ്പം ഇരിക്കാൻ പലർക്കും സമയമില്ലാത്തതാണ്. പങ്കാളിയോടൊപ്പം സമയം ചെലവഴിക്കാനില്ല. പല കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അവൾക്ക് വേണ്ടി, അവന് വേണ്ടി എനിക്ക് സമയം കൊടുക്കാൻ, കേൾക്കാൻ, മനസ്സിലാക്കാൻ, അറിയാൻ സമയം കൊടുക്കാനില്ല. കുടുംബജീവിതക്കാരെ സംബന്ധിച്ചിടത്തോളം, സമൂഹ ജീവിതക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അബദ്ധം എന്ന് പറഞ്ഞതാണ്, വിവരക്കേടെന്ന് പറയുന്നതാണ്. ഒപ്പമുള്ളവർക്ക് വേണ്ടി കൊടുക്കാൻ സമയമില്ലാതെ പോവുക. അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ, ഒപ്പമുള്ളവർക്ക് വേണ്ടി സമയം, സാഹചര്യം മനസ്സിലാക്കാൻ സമയം കൊടുക്കുമ്പോൾ, ഇരുന്ന് കൊടുക്കുമ്പോൾ, അത് അവർക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്നതിന് തന്നെ തുല്യമാണ്. ജീവൻ കൊടുക്കുന്നതിന് തുല്യമാണ്. ഈശോ പറഞ്ഞ വചനങ്ങളെ നമുക്ക് ഇങ്ങനെ ഒന്ന് സ്വാംശീകരിച്ചെടുക്കാനായിട്ട് പറ്റട്ടെ. ആദ്യമേ നമ്മൾ തുടങ്ങിയത് എങ്ങനെയാണ്? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. അവസാനം നമ്മൾ പങ്കുവെച്ച് നിർത്തിയത് എങ്ങനെയാണ്? സ്നേഹിതർക്ക് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. നമ്മുടെ ജീവനും ജീവിതവുമെല്ലാം ഈശോയിൽ നമ്മൾ ഏറ്റുവാങ്ങിയത്, അല്ലെങ്കിൽ പിതാവായ ദൈവത്തിൽ നിന്നും തമ്പുരാനിൽ നമ്മൾ ഏറ്റുവാങ്ങിയത് ഒപ്പമുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, നൽകാൻ വേണ്ടിയിട്ടാണ്. അതിനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ ഈ ദിവസങ്ങൾ നമ്മളെ ഒത്തിരി അനുഗ്രഹിച്ച്, ആശീർവദിച്ച്, അഭിഷേകം ചെയ്യട്ടെ. ആമേൻ.